കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. ഈശോ അണയും നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. മമനാഥന സ്തുതി പാടിടം, മനവീണകൾ നീട്ടിപ്പാടിടം. മമനാഥന സ്തുതി പാടിടം, മനവീണകൾ നീട്ടിപ്പാടിടം. നാഥാവരേണമേ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിറയണമേ യേശുവേ ആരാധന. നാഥാവരേണമേ എന്നിൽ നിറയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. വരേണമേ എന്നിൽ നിറയണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാല്യൂ ആഡഡ് റിസോഴ്സസ്, മൂല്യവർദ്ധിത വിഭവങ്ങൾ, ഇപ്പോൾ ഒരു നാരങ്ങ അല്ലേ, നാരങ്ങയ്ക്ക് 1 രൂപ വില. എന്ത് വിലയാണെന്ന് എനിക്കറിയത്തില്ല, സത്യമായിട്ട് അറിയാൻ പറ്റില്ല. അതായത് ഒരു നാരങ്ങയ്ക്ക് 1 രൂപ വിലയാണെന്ന് വിചാരിച്ചോ, അത് അച്ചാറിട്ട് കഴിയുമ്പോൾ 3 രൂപയാകും ഇല്ലേ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകും. അതിന് നമുക്ക് കഞ്ഞിയെങ്കിൽ അതുകൊണ്ട് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വില കൂടും. 3 രൂപയ ചിലപ്പോൾ 5 രൂപയും ആയെന്ന് വരും. ഇതാണ് മൂല്യവർദ്ധിതം എന്ന് പറയുന്നത്. അതായത് വാല്യൂ ആഡഡ്, നിലവിലിരിക്കുന്ന വാല്യൂവിനെ ആഡ് ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് വാല്യൂ ആഡഡ് ഫെയ്ത്ത് എന്ന് പറയും. വാല്യൂ ആഡഡ് ഫെയ്ത്ത്, നിലവിലുള്ള ലളിത വിശ്വാസമില്ലേ, ആ ലളിത വിശ്വാസത്തിൽ ദൈവത്തിന് തിരുസന്നിധിയിലെ വാല്യൂ ഉള്ള വിശ്വാസമായിട്ട് ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും. അതെങ്ങനെയാണെന്നാണ് പത്രോസ് പറഞ്ഞത്. എങ്ങനെയാണ് സ്വർണ്ണ, അത് 1:10-1:7 എന്താ പറഞ്ഞത്? അഗ്നിശോധന ചെയ്ത സ്വർണത്തേക്കാൾ വാല്യൂ ആഡഡ് ആണ്, മൂല്യവർദ്ധിതമാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിൻ്റെ വിശ്വാസം. അപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ ഉണ്ടായി കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ അതായത് കഴിഞ്ഞ ഡിസംബറിൽ, അപ്പോൾ എനിക്ക് 15 കൊല്ലമായിട്ട് ശ്വാസം മുട്ടലുണ്ട്. 15 87 തുടങ്ങിയതാണ്. അപ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ വല്ല കോവിഡ് വന്ന പിന്നെ ശ്വാസം മുട്ടൊക്കെ ആൾക്കാർക്കാണല്ല പണി കിട്ടണമെന്ന് പറയും. അപ്പോൾ എനിക്ക് 10 കൊല്ലമായിട്ട് കിഡ്നി അസുഖമുണ്ട്. മാതാവ് കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് മാത്രം ഞാൻ സർവൈവ് ചെയ്യുകയാണ് ഇതിനെ എല്ലാത്തിനെയും. അപ്പോൾ ഈ ശ്വാസം മുട്ടലും എനിക്കുണ്ട്, വലിവിൻ്റെ രോഗമുണ്ട്, കിഡ്നിയുടെ രോഗമുണ്ട്. എന്നിട്ട് എനിക്ക് നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ എനിക്ക് കോവിഡും പിടിച്ചു. എനിക്ക് ഈ 3 രോഗമുണ്ട്. ഈ 3 രോഗമുള്ളവർ സർവൈവ് ചെയ്യത്തില്ല. ഈ 3 രോഗം വെച്ചാൽ ഈ 2 രോഗങ്ങളുള്ള ആൾക്കാരാണല്ലോ മരിക്കണത്. പക്ഷേ ഈ 2 രോഗമുള്ളവർക്ക് ഈ രോഗം കൂടി വരുമ്പോഴാണല്ലോ അവർ മരിക്കണത്. പക്ഷേ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ആ സമയത്തെല്ലാം. ഹാപ്പി എന്നല്ല, ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ പ്രെയർ ചെയ്തു. എന്താ കാര്യം? കൃപാസന അമ്മ അറിയാതെ ഒരു സംഭവം നടക്കത്തില്ല. കർത്താവ് എൻ്റെ ശരീരത്തെ തൊടാൻ അനുവദിക്കത്തില്ല ആരെയും. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചിട്ടാണ് അത് സംഭവിക്കണത്. അമ്മയുടെ നിരീക്ഷണം ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. ആ ടൈം മുഴുവൻ ഞാൻ ബൈബിൾ വായനയായിരുന്നു. മുഴുവനും മുറി അടച്ചിട്ട് 24 മണിക്കൂറും ആരോടും സംസാരിക്കുക, ബൈബിൾ വായിക്കും. അതുപോലെ ജപമാലയും ചെല്ലും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പവർഫുള്ളായി, ശരിക്കും മുമ്പത്തേക്കാൾ പവർഫുൾ. ഇതാണ്. അപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഈ ബൈബിളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് അച്ഛന് ഇതൊക്കെ സംഭവിച്ചാൽ അച്ഛൻ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ എനിക്കിത് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യണമെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യണമെന്നറിയാം. അല്ലെങ്കിൽ എനിക്ക് കർത്താവിനോട് ബാർഗെയിൻ ചെയ്യാമല്ലോ. ഞാൻ വേറെ ഓരോരുത്തരും പോണില്ല. ഞാൻ 24 മണിക്കൂറും കൃപാസനത്തിൽ ആൾക്കാരെ ഒരു 150 പേരെ വെച്ച് കാണുമായിരുന്നു ഒരു ദിവസം, ആ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ. പക്ഷേ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല കർത്താവിനോട് അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ. കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മണ്ടന്മാരാ തർക്കിക്കണമെന്ന്. അല്ലാത്ത ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? മാതാവിനെ പോലെ ഹൃദയത്തെ സംഗ്രഹിക്കും. ദൈവത്തിന് ഈ വിഷയത്തെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് കർത്താവ് നിങ്ങളുടെ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തരണതാണെന്ന് മനസ്സിലാക്കണം. എന്താണ്? വാല്യൂ ആഡ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ, വെള്ളി പോലെ ഇരുന്ന വിശ്വാസത്തിന് ഇപ്പം ഒരു പരീക്ഷണം കഴിഞ്ഞ് അതിൽ പരീക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ല, ജയിക്കണമേ അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞാലും നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, ദൈവസ്നേഹമൊക്കെ നിൽക്കണം. ഇക്കാലഘട്ടങ്ങളിൽ പരാതികളോ തർക്കങ്ങളോ വ്യഗ്രതകളോ നിരാശകളോ മറ്റുള്ളവരോട് സങ്കടം പറയുന്നത് ഒന്നും പാടില്ല. നിശബ്ദതയാണ്. മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വന്ന് 2:19 2:52 പറയുന്നത് അതാണ്. ഞാൻ അമ്മയ്ക്ക് പഠിച്ചാണ് ഇതെല്ലാം. ഈ വിഷയങ്ങളെല്ലാം ഞാൻ ആരും എന്നൊക്കെ പറഞ്ഞു തന്നതല്ല, അമ്മയ്ക്ക് പഠിച്ചതാണ്.
ഇത്തിരി ജീവിതത്തിൽ കുറച്ച് ബോയിലിംഗ് ആയി കഴിയുമ്പോൾ, തിളച്ച് മറിയുമ്പോൾ അമ്മ നിശബ്ദമായിരിക്കും. എന്താ കാര്യം? ആ തിളച്ച് മറിയലിന് ശേഷം അമ്മയ്ക്കുണ്ടാകുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, ഭയങ്കര കപ്പാസിറ്റിയാണ്. അതിലൂടെയാണ് ഈ ഉടമ്പടിയിൽ സംഭവിച്ചിരിക്കുന്ന എനിക്ക് നിനക്ക് എന്ത് എന്നാണ് ചോദിക്കണതേ. എന്നുവെച്ചാൽ ആ നൂറ്റാണ്ടിൽ ആ പറയണ കാര്യം നടക്കില്ലെന്നർത്ഥം. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ ചോദിക്കണത് എന്താണ്? എനിക്ക് നിനക്ക് എന്ത്? ഇതെൻ്റെയും നിൻ്റെയും കാര്യമല്ല. എന്നുവെച്ചാൽ പോയി പണിതൊക്കാൻ പറയുന്ന അർത്ഥം അല്ലേ? അതിൻ്റെ അർത്ഥം അല്ലേ? അതിൻ്റെ ടോണതല്ലേ? എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ട് നമ്മുടെ രണ്ടുപേരുടെയും വിഷയമല്ല, പിതാവിൻ്റെ വിഷയമാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. എന്താണ്? അവരുടെ ഫെയ്ത്ത് സർവൈവ്ഡ് ഫെയ്ത്താണ്. അവരുടനെ പരിശുദ്ധാത്മ പറയും മേരി പ്രശ്നമൊന്നുമില്ല, അവൻ പറയണവർ ചെയ്യാൻ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നോട്ട് കൊടുക്കും. അങ്ങനെയാണ് ഉടമ്പടി ഉണ്ടാകണത്. നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. എന്നുവെച്ചാൽ നമുക്ക് ക്ഷീണം വന്നാലും രോഗം വന്നാലും നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അവിടെയാണ് വിഷയം വന്നത്. എങ്ങനെയാണ് ഒരു പരീക്ഷണത്തെ അതിജീവിക്കണത്? എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള ഫെയ്ത്തിനെ നിലവാരമുള്ള ഫെയ്ത്താക്കി മാറ്റണത്, വിശ്വാസമാക്കി? അപ്പം നിലവിലുള്ള വിശ്വാസത്തെ നിലവാരമുള്ള വിശ്വാസമാക്കി മാറ്റണത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്താണ്. അവൻ പറയണ പോലെ ചെയ്യും. പക്ഷേ ചില ആൾക്കാർ ചെയ്യണത് പിറുപിറുത്തോണ്ട്. ദൈവത്തിന് ഇതുപോലെ കലിയുള്ള ഒരു കാര്യമില്ല. പിറുപിറുപ്പ്, ബുദ്ധിബോധമില്ലാത്ത പെരിച്ചാഴി ആയിട്ടുള്ള വിശ്വാസികൾ ഇങ്ങനെ പിറുപിറുത്തോണ്ട് നടക്കും, ഓരോ കാര്യവും പറഞ്ഞ്. അല്ലാത്തൊരു ബുദ്ധിബോധമുള്ളവർ, വിവേകമുള്ളവർ നിശബ്ദത പാലിക്കും. എന്താ കാര്യം? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുകയുള്ളൂ, ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമെന്ന് ഏറ്റു പറഞ്ഞ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളോ ഞാൻ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അതായത് വിനാശത്തിന്റെ കാലം ഉണ്ടാകുമെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലെ അഭയം പ്രാപിക്കും. എപ്പോഴാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകണത്? പോയി കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നുവെച്ചാൽ ഞാൻ പ്രാർത്ഥനയിലും അനുധ്യാനത്തിലും വിശുദ്ധിയിലും വിശ്വാസ പ്രഖ്യാപനത്തിലും ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കുമെന്നാണ്. അല്ലാതെ നമ്മൾ മഴയത്ത് വല്ല വീട്ടിലും കയറി വെച്ചും ഇടക്കിടക്ക് മഴ കുറഞ്ഞാന്ന് പറഞ്ഞ് കൈയും കാലിട്ട് അടിക്കത്തില്ലേ? അതുപോലെ വിനാശം നടക്കുന്ന സമയത്ത് ഇടക്കിടക്ക് കൈയും കാലിട്ട് നോക്കും. മഴ കുറഞ്ഞ പ്രശ്നം തീർന്ന എന്ന് പറഞ്ഞ് അത് ദൈവത്തിനെക്കുറിച്ച് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കണം നമ്മൾ ചെയ്യണത്. അല്ല ഇവിടെ നിന്ന് വല്ലപാടിൽ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന വ്യഗ്രത ക്രിസ്ത്യാനിയല്ല. വ്യഗ്രത വരുമ്പോൾ എന്താ പ്രശ്നം? സുഖലോലുപത, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം അന്ധമാകും. 21:34. അതായത് ഈ വ്യഗ്രത, സുഖലോലുപത, പിന്നെന്താ? മദ്യാസക്തി തന്നെയാകണമെന്നില്ല. മൊബൈലിൽ ആസക്തി ആയാലും മതി. മദ്യം പിന്നെ എടുത്ത് പറഞ്ഞതാണ്. പക്ഷേ മനുഷ്യന് എന്തെല്ലാം തരം ആസക്തിയാണ് ഉള്ളത്. ചെറുക്ക് വസ്ത്രത്തിൻ്റെ ആസക്തി ഉണ്ടാവും ഇല്ലേ? ആകപ്പാട് 2-3 പേര് ഡ്രസ്സ് മതി. അത് തന്നെ ഇട്ടുകൊണ്ട് എപ്പോഴും പള്ളിയിൽ പോകണം എങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ടേ ഞാൻ പള്ളിയിൽ പോകത്തുള്ളതെന്ന് പറഞ്ഞ് ദൈവമായിട്ട് യുദ്ധം വെച്ച് വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന കന്നുകാലി ക്രിസ്ത്യാനിയില്ലേ? അത് വ്യഗ്രതയുടെ ഭാഗമാണ്, ആസക്തിയുടെ ഭാഗമാണ്. നമ്മളെപ്പം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും. നിങ്ങൾക്ക് വചനം അറിയാൻ പാടില്ലാത്ത ഒന്നും ബാധകമല്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും. നിങ്ങൾക്ക് ആ വചനം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറ്റകരമായിട്ടല്ലേ? ബാവു മല കയറിയില്ലേ? ഇമ്പാച്ചി മല അല്ലേ? മല കയറിയ എന്താ? അവന് ഞാൻ ആ നിയമത്തെക്കുറിച്ച് അറിയത്തില്ല. നിയമത്തെക്കുറിച്ച് അറിയത്തില്ല എന്നൊരു കാര്യമില്ല. ഇപ്പം വനം വകുപ്പ് കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയമത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ തെറ്റ് ശിക്ഷിക്കപ്പെടും. അപ്പം നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല. വലിയ വചനം മലയാളത്തിൽ തന്നിട്ടുണ്ട്. മര്യാദക്കെടുത്ത് വായിച്ച് നോക്കണം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുമ്പോൾ കേൾക്കണം. അപ്പോൾ എനിക്ക് വചനം അറിയാൻ പാടില്ല, എന്നെ ആരും പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞില്ല. മുഴുവനും വചനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിന് അറിയാൻ പാടില്ലെന്ന് പറയണത് എക്സ്ക്യൂസ് അല്ല. കാരണം നീ എന്ത് ചെയ്താലും അതിൻ്റെ അകത്തൊരു വചനം ഉണ്ടാവും. ആ വചനത്തിനെതിരായിരിക്കും നീ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വെളിച്ചവും വചനത്തിലെ ആധികാരികമായ ജ്ഞാനവും നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അഭിഷേക വചനത്താല് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്, ജ്ഞാനവരെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചുവാഴും ദൈവസ്നേഹത്തോടെ പാടാം. എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചുവാഴും സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പ്രിയമുള്ളവരെ, ക്ലേശത്തിൻ്റെ ഒരു അംശമാണ് നമ്മുടെ വിശ്വാസത്തിന് വാല്യൂ വർദ്ധിപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ക്ലേശം ഉണ്ടാകുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അതിജീവിക്കാൻ കഴിയണം. അതിജീവനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പം പരീക്ഷകളെ അതിജീവിക്കണം. അതിജീവിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ വിശ്വാസം നിലനിൽക്കണം. വിശ്വാസം പോകരുത്. ചില ആൾക്കാർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഉടനെ വിശ്വാസം കുറയും. ഇപ്പം കല്യാണം നടക്കാത്ത ആളിനെ കല്യാണം പെട്ടെന്ന് ഒത്ത് മനസ്സമ്മതം വരെ ഫിക്സ് ചെയ്ത്, മനസ്സമ്മതത്തിൻ്റെ തലേ ദിവസം വിളിച്ച് പറയണേ ഞങ്ങൾക്ക് ഇത്തിരി നീട്ടി വെച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അവർ കാര്യം ചോദിക്കും ഫോണിൽ, എന്ത് പറ്റി, വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ചില ആൾക്കാർക്കൊക്കെ അത് അത്ര ബോധ്യപ്പെടുത്തി വരണം. അവർ പറയും ഞങ്ങൾക്ക് വന്ന് കാണണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പണ്ട് വരെയൊക്കെ പാര വെക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെങ്കിൽ ഇവരുടെ മനസ്സിലിരിപ്പോൾ അത് തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ സാധനം മാറ്റണമെന്ന് നടത്താം. അപ്പോൾ അവർക്ക് ഇപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവും, ഇവരൊഴിയണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഉടനെ നെഞ്ചത്തിലിടിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അന്നത്തെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകത്തില്ല. എല്ലാം തലക്കൈയും കൊടുത്ത് ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പോൾ അതിജീവിച്ചില്ല സാധനം. വീട്ടിലെ ഇതാണ് സാധനം. അതിജീവിച്ചില്ല. ഒരു ചെറിയ ഒരു മനസ്സമ്മതം മിസ്സായ ഒരു വിഷയം ഉണ്ടായാൽ മതി. കർത്താവ് എന്താ തിരിഞ്ഞു നോക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാത്തിനും കർത്താവിനെ അറിയാമല്ലോ. അതാണ് ഈ പ്രശ്നം. വേറെ വല്ല ആൾക്കാരുമാണെന്നൊക്കെ പ്രശ്നമില്ല. ഈശോയ്ക്ക് എല്ലാ വിഷയവും സ്കാൻഡ് കോപ്പി ഡേറ്റ ഉള്ളതാണ്. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറുകണ്ഠം ചാടുമെന്നുള്ളതും കണ്ടം വഴി ഓടുമെന്നൊക്കെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് അതിജീവിക്കണ വിശ്വാസം ഉള്ളവരെ. അപ്പം അതായത് ചിലർക്ക് ഭയങ്കരമായ ദൈവിക ബുദ്ധിയാണ്. ഈ അതിജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്നറിയാമോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും നിങ്ങൾ എൻ്റെ ഒന്ന് കേൾക്കുന്നതാണ്. എന്നാലും ഇപ്പോൾ ഈ ഉദാഹരണം വന്നപ്പോൾ അത് പറഞ്ഞാണ്. ആ ന്യായംകാരില്ലേ, ന്യായമില്ല വിധവയല്ല, കാനംകാരി. അവളുടെ പ്രശ്നം എന്താണ്? അവളെ കരഞ്ഞു പിടിച്ച് കർത്താവ് എൻ്റെ മകൾ പിശാചി ബാധിതയാണ്, തീരും വെള്ളത്തും വീഴണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എന്നെ സുഖപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ പുറകെ നടക്കുകയും കർത്താവ് മൈൻഡ് ചെയ്യണ പ്രശ്നമില്ല. അപ്പോഴേ പത്രോസിന് പത്രോസ് പറഞ്ഞ് ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. ഈ സന്തതി നേരെ ഇരച്ച് തള്ളി നമ്മുടെ കൂടെ വരികയാണ്, അവനെ പറഞ്ഞു വിടാൻ നോക്ക്, അല്ലെങ്കിൽ ഉള്ള സമാധാനം കൂടി പോകുമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. അവിടെ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? മക്കളുടെ അപ്പം എന്നാണ്.
അപ്പം ആർക്കുള്ളതാണ്? വിശ്വാസത്തിൽ മക്കളായിരിക്കുന്നവർക്കുള്ളതാണ്. അല്ല, യഹൂദൻ്റെ കാര്യമല്ല പറയണത്. വിശ്വാസം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞു, വിശ്വാസം നമുക്ക് എന്തു തരുന്നു? വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തിൻ്റെ അവകാശികളും. അപ്പോൾ അവകാശികൾ ആരാണ്? മക്കളാണ്. വിശ്വാസം എന്താ? ആരാക്കണതാണ്? വിശ്വാസം നമ്മളെ എന്താക്കും? മക്കളാക്കും. അതാണ് ഈശോ പറയണത്. അല്ലാതെ വേറെ ഉദാഹരണമൊന്നുമില്ല അതിന്. കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ല, അവരെ പട്ടിയൊന്നും വിളിച്ചില്ല എന്നല്ല എൻ്റെ അർത്ഥം. അവനെ പ്രണമിച്ചു, കർത്താവെ എന്നെ സഹായിക്കണമെന്ന് വീക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. അതായത് ഈശോയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ സഹായിക്കണമേ. ആരാണ്? അവളുടെ മകൾക്ക് വേണ്ടി കാര്യം പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? മക്കളുടെ അപ്പം. അപ്പം അപ്പം ആർക്കുള്ളതാണ്? മക്കൾക്കുള്ളതാണ്. അതാണ് വിഷയം. മക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസികൾ. വിശ്വാസികൾക്കുള്ളതാണ്, അവിശ്വാസികൾക്കുള്ളതല്ലെന്ന് ദൈവത്തിൻ്റെ അപ്പം. ഇറ്റ് ഈസ് വെരി ക്ലിയർ. നമ്മൾ വേറെ ഒന്നും ചിന്തിച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് കടകയറേണ്ട ഒരു കാര്യമില്ല. കാര്യം മക്കളാണെങ്കിൽ അവകാശികളാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. മക്കളാണെങ്കിൽ നമ്മളെങ്കിൽ അവകാശികളാണ്. അപ്പം ആർക്കുള്ളതാണ്? അവകാശികൾക്കുള്ളതാണ്. അവകാശികൾ ആരാണ്? മക്കളാണ്. മക്കളുടെ അപ്പം എടുത്തിട്ട് അവകാശമില്ലാത്തവർ കൊടുക്കുന്ന വിഹിതമല്ല. വിശ്വാസിയുടെ അപ്പം എടുത്തിട്ട് അവിശ്വാസിക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് ഈശോ പറഞ്ഞ്. അപ്പോൾ അവളെന്താ പറയണത്? തിരിച്ച് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര പട്ടിയെന്നൊക്കെ വിളിക്കുമ്പോൾ കുറച്ച് സങ്കോചം ഉണ്ടാവും. അതാണ് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഗ്രേസ് കണ്ടന്റ്. ഗ്രേസ് കണ്ടന്റ് അതാണ്. പറഞ്ഞോളൂ, വായിച്ചോളൂ. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളോ യജമാനന്മാരുടെ മേശയിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ വിഷയം എന്താ? അതിൻ്റെ അകത്തൊരു സഫറിങ് കണ്ടന്റ് ഉണ്ട്. SC എന്ന് ഞാൻ ഓമനപ്പേര് വിളിക്കുന്ന സഫറിങ് കണ്ടന്റ്. അതായത് എല്ലാ ഫെയ്ത്ത് അപ്ഗ്രഡേഷനിലും ഫെയ്ത്തിൻ്റെ ഒരു നിലവാര ഉയർച്ചയിൽ എപ്പോഴും ഒരു സഫറിങ് കണ്ടന്റ് ഉണ്ടാവും. അവൾക്കൊരു സഫറിങ് കണ്ടന്റ് ഈശോയിട്ട് കൊടുക്കുകയാണ്. എന്താണ്? അവളെ പട്ടിയെന്ന് വിളിച്ചോ. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ പറയാം, ഈ മനുഷ്യൻ ദൈവവുമല്ല പിശാചുമല്ല ആരുമല്ല, ഭയങ്കര കടകട്ട പരിപാടിയാണ്, ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ വിഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ സൗഖ്യം വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ അവൾക്ക് പോകാം. പക്ഷെ അവൾ പോകത്തില്ല. പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. ആക്ഷേപവും അപമാനവും കൂടി വന്നിട്ട് ഇതിനെ ഇങ്ങനെ വിശ്വാസം കൊണ്ട് ഈ വ്യക്തി അതിജീവിക്കണ കാണാൻ ഭയങ്കരമായ ഒരു രസകരമായ കാര്യമാണ്. Your faith's great. അതാണ് ഈശോ പറയുന്ന മറുപടി. എന്താ പറയണത്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കാനൻകാരിയെ പോലെ മൂല്യവർദ്ധിതമായ വിശ്വാസത്താൽ അപമാനങ്ങളെ ലൈമകളെ ദൈവത്തിലുള്ള ശരണം കൊണ്ട് അതിജീവിച്ച പിറുപിറുക്കാത്ത വിശ്വാസത്താൽ മൂല്യവർദ്ധിതമായ യാക്കോബ് 1:3 അനുസരിച്ചുകൊണ്ട് സ്ഥിരതയുള്ള വിശ്വാസത്തെ 1 പത്രോസ് 1:7 അനുസരിച്ചുകൊണ്ട് അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസത്താൽ ഇപ്പോഴേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൂടാരത്തിൽ നീ വരണമെങ്കിലോ ആരാധന നിൻ കൃപാരശ്മിയാലേ പൊൻവെളിച്ചം നൽകണേ. എൻ്റെ കൂടാരത്തിൽ, ഈ എൻ്റെ കൂടാരത്തിൽ
സ്വർഗീയ രാജനീശോ, ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്പർശിക്കണമേ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവ് വചനം നൽകി നമ്മളെ ധന്യമാക്കി. ഇതുപോലെ നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കാൻ പോവുകയാണ്. ഏറ്റു പ്രാർത്ഥിയ കർത്താവേ, സാമ്പത്തിക ബാധ്യതകളാല് വിഷമം അനുഭവിക്കുന്നവരെ പ്രാർത്ഥനാ സമയത്ത് സ്പർശിക്കണമേ. പലതരത്തിലുള്ള സാമ്പത്തിക വാങ്ങലുകളിലെ അങ്ങ് കക്ഷി ചേരണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ സാന്ത്വനപ്പെടുത്തണമേ. മക്കള് ഞങ്ങളുടെ കണ്ണുവെട്ടത്തില്ലാത്ത മക്കള്, കണ്ണുവെട്ടത്തിലുള്ള മക്കള് പലതരത്തിലുള്ള പൈശാചിക തിന്മയുടെ ബന്ധനങ്ങളിലും അകപ്പെട്ടിരിക്കുന്നതിന്റെ ശക്തി ഇറങ്ങട്ടെ. നാമത്തിലെ തടസ്സങ്ങള് മാറിപ്പോകട്ടെ. ശക്തി ഈ മക്കൾ ഓരോരു നിറയുന്ന നന്ദി പറയുന്നു. സ്തുതിക്കുന്ന ആരാധന. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാൻ എല്ലാവരും മുട്ട നിൽക്കുക. കൈകൾക്കൊപ്പി മുട്ട നിൽക്കുക, ശിരസമിച്ച് മുട്ട നിൽക്കുക. ഈശോ, അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന നിന്റെ കുടുംബത്തിന് വേണ്ടി. അപ്പോൾ ഈശോ നിന്നെ ആശീർവദിക്കുന്ന സ്വർഗീയമായ വലിയ ധന്യ നിമിഷങ്ങൾക്ക് വേണ്ടി ശിരസ് നമിക്കാം. ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങൾ ദൈവത്തിരുസനത്തിലേക്ക് ഉയർത്തി നിങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ 1, 2, 3, 4 തവണകൾ പുതുക്കി സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവായ ഈശോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളെയും തൊടുകയാണ്. ഉടമ്പടി നിയോഗങ്ങളെ തൊടുകയാണ്. മാരക രോഗികളെ ഈശോ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഭവനരഹിതരെയും സദാനരഹിതരെയും തൊഴിലെതിരെയും ഈശോ സ്പർശിക്കുകയാണ്. കുടുംബ സമാധാനമില്ലാത്ത വേണ്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണം, കൃപാസനത്തിന്റെ പ്രത്യക്ഷമായ പരിശുദ്ധത്തിൽ തിരുസഭയുടെ തിരുസഭയെ സ്പർശിക്കുന്നു. ജോസഫിനെ പ്രാർത്ഥിക്കുന്നു. കൃപാസന ഓരോ ശുശ്രൂഷകള് ഇപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ആവേ ആവേ, പരിശുദ്ധ മാതാവേ, ആവേ പ്രത്യക്ഷയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മനസ്സ് ഞങ്ങളുടെ കുടുംബങ്ങളെ